English online class. Previous day we discussed the topic Climate Change is Not Hysteria, It's a Fact by Leonardo DiCaprio. Okay, this topic is over and today we are going to discuss its textual questions and textual activities. Okay, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഹിസ്റ്റീരിയ ഇറ്റ്സ് എ ഫാക്ട് എന്നുള്ള പാഠഭാഗം ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ്. ഈ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let us discuss textual questions. Read and respond. First question. Why did the people march in the streets of New York? ന്യൂയോർക്കിൻ്റെ തെരുവുകളിൽ എന്തുകൊണ്ടായിരുന്നു ആളുകൾ മാർച്ച് ചെയ്തത്? People marched in the streets of New York to make awareness against climate change. It is known as People's Climate March, and around 4 lakh people participated on Sunday, 20th September 2014, making it the largest of its kind in human history. കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ഒരു അവബോധം ഉളവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാർച്ച് നടത്തിയത്. 4 ലക്ഷത്തോളം ആളുകൾ അതിൽ പങ്കെടുത്തു. 2014 സെപ്റ്റംബർ 21 ഞായറാഴ്ചയായിരുന്നു ഇത് നടന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ടുവാർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച്? കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെയുള്ള മനുഷ്യരുടെ പ്രതികരണം എന്തായിരുന്നു? മനോഭാവം എന്താണ്? പീപ്പിൾ ലുക്ക് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് ഇഫ് ഇറ്റ് വർ എ ഫിക്ഷൻ ഹാപ്പനിങ് ടു സംവൺ എൽസ് പ്ലാനറ്റ്. മറ്റവരുടെയോ പ്ലാനറ്റിൽ നടക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അവരിതിനെ കാണുന്നത്. Okay, that's the answer. Second one is our third question. What are the undeniable climate events that are happening now? ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവങ്ങൾ എന്തൊക്കെയാണ്? Droughts are intensifying, oceans are warming and acidifying with methane plumes rising up from beneath the ocean floor. Temperature increases and ice sheets of West Antarctic and Greenland regions are melting at unprecedented rates. വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കടലിലെ അടിത്തട്ടിൽ നിന്നുള്ള ജലം അത് ചൂടായിട്ട് അമ്ലത്വ സ്വഭാവം അല്ലെങ്കിൽ അസിഡിഫൈ ചെയ്യുന്നു. മീഥേൻ പ്ലിയൂംസ് വള്ളി മേഘപാളികൾ അല്ലെങ്കിൽ പൊങ്ങുന്നു. അതോടൊപ്പം തന്നെ അമിതമായ ഊഷ്മാവ് കൂടുന്നു. അന്റാർട്ടിക്കയിൽ വെസ്റ്റ് അന്റാർട്ടിക്കയിൽ ഐസ് പാളികൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത വിധത്തിലാണ് അത് ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതാണ് തേർഡ് വൺ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ദാറ്റ് വി ഫേസ്? വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യം നമ്മൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഡിഫിക്കൽട്ട് ബട്ട് അച്ചീവബിൾ ടാസ്ക്. Climate change has now become a disaster for which individuals cannot find solutions. It is now a matter of our industries and governments around the world taking decisive and large-scale actions. ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ദൗത്യം തന്നെയാണ്. ഇപ്പോഴത് വളരെയധികം വലിയ ദുരന്തങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തികൾക്ക് ഒരിക്കലും അത് കണ്ടെത്താൻ പറ്റില്ല, പരിഹരിക്കാനും കഴിയില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ വ്യവസായികൾക്കും ചുറ്റുമുള്ള ആളുകൾക്കുമൊക്കെ ഇപ്പോൾ അതിനെതിരെ എടുക്കേണ്ട ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സന്ദർഭമാണുള്ളത്. ഈ തോതിലുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള സമയമാണത്. ഫിഫ്ത്ത് വൺ. വാട്ട് ഹാപ്പൻസ് വെൻ ആൻ എക്കോസിസ്റ്റം കൊളാപ്സസ്? എക്കോസിസ്റ്റം കൊളാപ്സ് നശിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? വെൻ അവർ എക്കോസിസ്റ്റം കൊളാപ്സസ് അവർ എക്കോണമി itself will die. നമ്മുടെ സാമ്പത്തിക നില തന്നെ അവിടെ ഇല്ലാതെയാകും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യെസ്, നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് റിന്യൂവബിൾ എനർജി ഇൻ ഫ്യൂച്ചർ? എന്തൊക്കെയാണ് റിന്യൂവബിൾ എനർജിയുടെ ഭാവിയിലെ അതിൻ്റെ സ്കോപ്പുകൾ? റിന്യൂവബിൾ എനർജി, ദ എനർജി അവൈലബിൾ ഫ്രം വേരിയസ് നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് സൺലൈറ്റ്, വിൻഡ്, വേവ്, വാട്ടർ എറ്റ്സെട്ര is achievable and a good economic policy. It is comparatively cost effective and eco friendly. തീർച്ചയായിട്ടും റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള സൂര്യൻ, കാറ്റ്, തിരമാല, ജലം ഇവയൊക്കെ നമുക്ക് നമ്മുടെ സാമ്പത്തിക നയത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോളിസി നയം കൊണ്ടുവരാൻ പറ്റുന്നതാണ്.
സോൾവിങ് ദ ക്രൈസിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് അവർ സർവൈവൽ. ആ ചോദ്യം അത് നമ്മുടെ ഇപ്പോൾ അതിന് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. എക്സ്പ്ലെയിൻ ഇറ്റ് ഈസ് എ ഹ്യൂമൻ ഇഷ്യൂ. ക്ലീൻ എയർ ആൻഡ് വാട്ടർ ആൻഡ് ലിവബിൾ ക്ലൈമറ്റ് ഓർ unavoidable human rights. When these rights are protected, only our survival will be possible on this planet. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊരു മാനുഷിക പ്രശ്നം തന്നെയാണ്. ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, അല്ലേ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അത് മനുഷ്യൻ്റെ അവകാശങ്ങളാണ്. സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. അത് വേണ്ട വിധത്തിൽ നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വൈ ഈസ് ദ പ്രസൻറ്റ് ദ മോസ്റ്റ് അർജൻറ്റ് ഓഫ് ടൈംസ്? ഇപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദ ക്രൈസിസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ദ റിസൾട്ട് ഓഫ് അവർ ആക്ടിവിറ്റീസ് ആൻഡ് വി all are equally responsible for the wanton destruction of our collective home. Protecting our future on this planet depends on our thoughtful actions, and the time for such actions has now come. കാലാവസ്ഥ വ്യതിയാനം വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അതിൻ്റെ പ്രശ്നങ്ങൾക്കും നമ്മൾ ഓരോരോ ഉത്തരവാദികളാണ്. സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഭാവി തലമുറ ഇല്ലാതെയാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം നമുക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ്. ലെറ്റ്സ് റീസ്റ്റ് ആൻഡ് റിഫ്ലക്റ്റ്. ആസ് ആൻ ആക്ടർ ഐ പ്രിറ്റൻഡ് ഫോർ ലിവിങ്. വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ? ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിച്ചത്. എന്താണ് ഇതുകൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത്? Okay, the speaker is a film actor by profession and he plays fictitious characters and solves fictitious problems. അദ്ദേഹം തൊഴിൽ എന്ന് പറയുന്നത് അഭിനയമാണ്. അദ്ദേഹത്തിന് സാങ്കല്പിക കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അത്തരത്തിൽ സാങ്കല്പികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സിനിമയിൽ അദ്ദേഹം പരിഹരിച്ചതും. He believes that mankind has looked at climate change as if it were a fiction. പക്ഷേ ഇവിടെ മാനവരാശി ഇവിടെ കാലാവസ്ഥ വ്യതിയാനത്തെയും കാണുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥ പോലെയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫിക്ഷൻ, ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇത് എന്തല്ല, ഒരു സാങ്കല്പികമായിട്ടുള്ള കഥയല്ല, യഥാർത്ഥമാണ്. വി ഷുഡ് അപ്രോച്ച് ഇറ്റ് with our conscious mind and find solutions to prevent extreme weather events to make life possible on our planet. ഒരു പ്ലാനറ്റിനെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ അത്യാവശ്യം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവമായിട്ടുള്ള ഒരു പരിഹാര മാർഗം നമ്മൾ കണ്ടെത്തേണ്ടത് അത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്പീച്ച്? ഈ പ്രസംഗത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ സന്ദേശം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരു വലിയ ഭീഷണി തന്നെയാണ്. അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആർ ഹാപ്പനിങ് അറ്റ് അൺപ്രസിഡൻറ്റഡ് റേറ്റ്. ഇപ്പോൾ നമുക്ക് പരമ്പരാഗത വിധത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. Decades ahead of scientific projections, people of the world have made their noises heard around the world about the hazards of climate change. It is disaster grown beyond individuals' control. തീർച്ചയായിട്ടും ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ശാസ്ത്ര സമൂഹം പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന്. ലോക ചുറ്റുമുള്ള ആളുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ, അല്ലേ, അപ്പോൾ ആ വ്യതിയാനം നല്ല രീതിയിൽ നമ്മൾ തടഞ്ഞു വെക്കേണ്ടതുണ്ട്, അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് വഴി ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാം. ഒരു വ്യക്തി വിചാരിച്ചാൽ പറ്റില്ല. ദ വേൾഡ് ലീഡേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഗവൺമെൻറ്റ്സ് ആൻഡ് ഗവൺമെൻറ് ഡെലിഗേറ്റ്സ് ഷുഡ് ജോയിൻ ടുഗദർ ടു ഫേസ് ദ ചലഞ്ച് വിത്ത് കൊറേജ് ആൻഡ് ഹോണസ്റ്റി. സർക്കാരുകളും വ്യവസായികളും അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രതിനിധികളും എല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ വെല്ലുവിളി നമ്മൾ ധൈര്യത്തോടെയും സത്യസന്ധമായിട്ടും നമ്മൾ നേരിടണം. ഇഫ് വി ഡോണ്ട് ആക്ട് ടുഗദർ വി വിൽ ഷുവർലി പെരിഷ്. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നശിക്കും. ആക്ടിവിറ്റി 1. യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് നാഷണൽ സയൻസ് ഡേ ഓൺ ദ 28th of February. You are the convener of the science club. Prepare a notice. ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് നിങ്ങളാണ് ആ ഒരു ക്ലബിൻ്റെ കൺവീനർ. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അതിന് നോട്ടീസ് തയ്യാറാക്കാൻ. ആ ഒരു സ്കൂള് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ നോട്ടീസ് ആണ് തയ്യാറാക്കേണ്ടത്. സ്കൂളിൻ്റെ പേര് കൊടുക്കുക, അതിനുശേഷം അത് സ്ഥാപനത്തിൻ്റെ പേര്, ദെൻ പ്രോഗ്രാംസ് നെയിം, അതിനുശേഷം സല്യൂട്ടേഷൻ, കണ്ടൻറ്റ്, ദെൻ ഡേറ്റ്, ടൈം ഓഫ് വെന്യൂ, ദെൻ ഓളർ വെൽക്കം, ദെൻ പ്രോഗ്രാം ഡീറ്റെയിൽസ്, പ്രയർ, വെൽക്കം സ്പീച്ച്,
presidential address, inaugural speech, felicitation, vote of thanks. Then convener, science club. ഓക്കെ, ഇത്രയുമാണ് ഒരു നോട്ടീസിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് ചേർത്തുകൊണ്ട് തയ്യാറാക്കുക. ആക്ടിവിറ്റി 2, prepare a few posters to make the people aware of the necessity for preserving nature and protecting the environment. പോസ്റ്റേഴ്സ് തയ്യാറാക്കാൻ പറയും. കുറച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കുക. നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ അവബോധമുളവാക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുക. ഇപ്പോൾ പോസ്റ്ററുകൾക്ക് ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം, തലക്കെട്ടുകൾ കൊടുക്കണം, അതിനുശേഷം ഉചിതമായ രീതിയിലുള്ള ലേ ഔട്ട്, അതിനനുസരിച്ചുള്ള ചിത്രങ്ങൾ, ഓക്കെ, അതൊക്കെ വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്ററുകൾ തയ്യാറാക്കാം. വേണമെങ്കിൽ ക്യാപ്ഷൻസ് ഇത്തരത്തിൽ: പ്ലാന്റ് ട്രീസ്, പ്രൊട്ടക്ട് നാച്ചർ, അവോയ്ഡ് പ്ലാസ്റ്റിക്, സേവ് അവർ പ്ലാനറ്റ്, ഗ്ലോബൽ വാർമിംഗ് ഇസ് എ ഗ്ലോബൽ വാർണിംഗ്. ഓക്കെ, ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ചിത്രം, ഇപ്പോൾ പ്ലാന്റ് ട്രീസ്, പ്രൊട്ടക്ട് നാച്ചർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ചിത്രം നമുക്ക് വരയ്ക്കാം, അട്രാക്റ്റീവ് ആക്കാം, ലേ ഔട്ട് കൊടുക്കാം, ബോർഡർ കൊടുക്കാം, വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ വരച്ച് മനോഹരമാക്കാം. ഹെഡിങ് വേണം, ചെറിയ രൂപത്തിൽ വേണം അത് അവതരിപ്പിക്കാൻ, ഓക്കെ, ഷോർട്ടായിരിക്കണം. ഇത്തരത്തിൽ നമുക്കത് തയ്യാറാക്കാം. Then 3, it has been decided to invite a famous ecologist to inaugurate the science exhibition in our school. ശാസ്ത്രത്തിൻ്റെ ആ ഒരു പ്രദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എക്കോളജിസ്റ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ് എന്ന് തീരുമാനിച്ചു. ആസ് ദ സ്കൂൾ ലീഡർ യു ആർ ആസ്ക്ഡ് ടു ഇൻവൈറ്റ് ഹിം. ഇപ്പോൾ സ്കൂൾ ലീഡർ എന്ന നിലയിൽ നിങ്ങളോടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പറഞ്ഞത്. പ്രിപ്പയർ ആൻ ഇമെയിൽ ടു ഇൻവൈറ്റ് ദ സയൻറ്റിസ്റ്റ്. ആ ശാസ്ത്രജ്ഞനെ ക്ഷണിച്ചു കൊണ്ടുള്ള ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഓക്കെ, ഹിൻസ് ആർ ദർ. യൂസ് ആൻ ഇമെയിൽ അഡ്രസ്. തയ്യാറാക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫ്രം ടു, ഫ്രം എന്ന് പറയുമ്പോൾ യൂസ് ആൻ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ഫ്രം എന്ന് വെച്ചാൽ അയക്കുന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സും, പിന്നെ ടു ആർക്കാണ് അയക്കേണ്ടത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ, ദെൻ യൂസ് ഷോർട്ട് ആൻഡ് ആക്യുറേറ്റ് സബ്ജക്റ്റ് ഹെഡർ. പിന്നെ ഫ്രമും ടു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് വളരെ ചുരുക്കിയിട്ട് കൃത്യമായ രീതിയിൽ അത് അവതരിപ്പിക്കുക. ദെൻ യൂസ് പ്രോപ്പർ സല്യൂട്ടേഷൻ. ഫ്രം ടൂം സബ്ജക്റ്റും കഴിഞ്ഞാൽ സല്യൂട്ടേഷൻ കൊടുക്കുക. ഓക്കെ, സല്യൂട്ടേഷൻ കൊടുക്കുക. ദെൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ശേഷം നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാം. ഓക്കെ, ഡേറ്റും കൊടുക്കാം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഡേറ്റ്, പിന്നെ സല്യൂട്ടേഷൻ. അതിനുശേഷം കണ്ടൻറ്റ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ ആ കണ്ടൻറ്റിൽ നിങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, പരിചയപ്പെടുത്തണം. ദെൻ റൈറ്റ് ആക്ച്വൽ മെസ്സേജ്. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് വിശദീകരിച്ച് എഴുതി പോവുക. യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ലീവ് ടേക്കിംഗ്. കൃത്യമായ രീതിയിൽ അത് അവസാനിപ്പിക്കുക. യൂസ് ഫെയ്ത്ത്ഫുള്ളി, SD, നെയിം, പിന്നെ അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്രോഗ്രാമിൻ്റെ ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ്. ഓക്കെ, അറ്റാച്ച്മെൻറ്റ്സ് എഴുതി തന്നിട്ട് പ്രോഗ്രാം ചാർട്ട് അങ്ങനെ കൊടുത്തിട്ട് ആ രൂപത്തിൽ എഴുതാൻ പറ്റും. ഈ രൂപത്തിലാണ് നമ്മൾ ഇമെയിൽ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4, ദ സയൻറ്റിസ്റ്റ് ഹാസ് ആക്സെപ്റ്റഡ് യുവർ ഇൻവിറ്റേഷൻ. ഇപ്പം നിങ്ങളുടെ ക്ഷണം ഈ ശാസ്ത്രജ്ഞൻ സ്വീകരിച്ചു. അറ്റ് ദ ഇനോഗ്രൽ ഫംഗ്ഷൻ ഓഫ് ദ സയൻസ് എക്സിബിഷൻ. സയൻസ് പ്രദർശന പരിപാടിയിലെ ഉദ്ഘാടന വേളയിൽ യു ഹാവ് ടു മേക്ക് എ വെൽക്കം സ്പീച്ച്. നിങ്ങളാണ് സ്വാഗതം ചെയ്യേണ്ടത്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് യുവർ സ്പീച്ച്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അയാളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം തയ്യാറാക്കുക, അതുപോലെ തയ്യാറാക്കുക. ഓക്കെ, ഇവിടെ തുടക്കം ഇട്ടിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ്ഡ് ചെയർ ആൻഡ് എമിനൻറ്റ് ഗെസ്റ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്പീച്ചിന് അറിയാം. ആദ്യം വേദിയിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യാം. ഓക്കെ, മുമ്പുള്ള ആളുകൾക്ക് അഭിസംബോധന ചെയ്യാം. പിന്നെ വിഷയത്തിലേക്ക് വരിക. പിന്നീട് ഓരോ ആളുകളെയും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക. ഹാർട്ട്ലി വെൽക്കം ടു ദിസ് പ്രോഗ്രാം, ടു ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ ചെയ്യാം. Then next one, after delivering your speech, evaluate your performance on the basis of the checklist provided. ചെക്ക് സ്പീച്ച് തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് പരിശോധിക്കേണ്ടത്. എത്രമാത്രം പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സ്വയം നിങ്ങൾക്ക് വിലയിരുത്തേണ്ടതാണ് ചെക്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അഡ്രസ് ദ ഗസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ദ ഡയസ്. വേദിയിലിരിക്കുന്ന ആളുകളെയും ഓഡിയൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്പീച്ച് തയ്യാറാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് വിലയിരുത്തുക. Okay, I think all of you got the idea about this activities. The remaining part of this topic we can continue in the next video class. Okay, till wait. Have a nice day. Thank you.